ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ മാങ്ങാക്കാലം തീരുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. ഞങ്ങൾ പെരുന്നാളിൻ്റെ സമയത്ത് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സഫിയത്താൻ്റെ വീട്ടിൽ അന്ന് പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് സഫിയത്ത സന്തോഷത്തോടെ തന്ന മാങ്ങയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിതാ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണം. ആദ്യം നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് 1 ടീസ്പൂൺ കസ്കസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാങ്ങ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. വേറൊന്ന് പഞ്ചസാരയും പാലും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. കുതിർത്തെടുത്ത കസ്കസ് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പാല് മാത്രമായിട്ടാണ്, വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റി ആവും. പിന്നെ 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ആ മാങ്ങയുടെ ഫ്ലേവറും വാനില എസൻസിൻ്റെ ഫ്ലേവറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആദ്യം അരച്ചെടുത്ത ആ ഒരു മാങ്ങയുടെ പൾപ്പില്ലേ അത് ഗ്ലാസ്സിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം അരച്ചെടുത്ത ആ ഒരു മാങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച് ഈ ഒരു ഡ്രിങ്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പൾപ്പ് നേരിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതിന് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവും. പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അടിയിൽ ഈ യെല്ലോ കളറും മുകളിൽ വൈറ്റ് കളറും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ലുക്കിൽ കിട്ടും കേട്ടോ. അത് കുടിക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്ത് കുടിച്ചാൽ മതി. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങാക്കാലം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കുടിച്ച് നോക്കണം. പിന്നെ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പുളിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, പാലും പുളിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഹെൽത്തിനും നല്ലതല്ല, കുടിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ പൾപ്പ് നേരിട്ട് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു യെല്ലോ കളറിലാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക മാത്രം. അല്ലെങ്കിൽ വൈറ്റും യെല്ലോ ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഗ്ലാസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം. താങ്ക്